എല്ലാത്തിനും നമ്മൾ പുറകെ ഇങ്ങനെ നടക്കാനാണെങ്കിൽ നമ്മൾ എത്ര കാലം ഇങ്ങനെ നടക്കും? അങ്ങനെ എല്ലാ കാലവും നടത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പേരൻറ്റിങ് ചെയ്യുന്നത്. ഒരു ഘട്ടം എത്തുമ്പം പയ്യെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പേരൻറ്റിങ് നമ്മൾ നിർത്തണം, അല്ലെങ്കിൽ അത് ഇതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. എന്താ കാര്യം എന്നറിയാമോ? പല ആൾക്കാർക്കും ഈ പേരൻറ്റിങ് ചെയ്ത് അതിലങ്ങ് ഒബ്സസ്ഡ് ആവും. പിന്നെ ഈ മക്കളുടെ ഈ കാര്യങ്ങളിലെല്ലാം ഇങ്ങനെ കയറി അങ്ങ് ഇടപെട്ടങ്ങ് മാന്തി ഇങ്ങനെ എല്ലാം അങ്ങ് അറിഞ്ഞില്ലെങ്കിൽ അങ്ങ് ഒരു സ്വൈര്യക്കേടാണ് അവർക്ക്. ആ സ്വൈര്യക്കേട് പിന്നെ ഈ മക്കളുടെ ജീവിതത്തിലേക്കും പോകും. അതുകൊണ്ട് അതിന് പോകരുത്. അവരൊരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ലെറ്റ് ദം ഡു ദെയർ മിസ്റ്റേക്സ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. എല്ലാം ഒരു മിസ്റ്റേക്കും വരാതെ അതിൽ നിന്ന് അവരെ രക്ഷിച്ച് നമ്മൾ പൊതിഞ്ഞു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെ, അവർക്ക് അവരുടേതായ രീതിയിലുള്ള തെറ്റുകൾ സംഭവിക്കട്ടെ, അത് അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഓൺ ചെയ്ത് അത് ഓവർകം ചെയ്തോളും. എത്ര കാലം നമുക്കിങ്ങനെ ഒരു പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും? അപ്പോൾ ആ ദെയർ ഷെയർ ഓഫ് മിസ്റ്റേക്സ് അവരെന്തായാലും ഉണ്ടാക്കണം. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അവരതെങ്ങനെയാണെന്ന് വെച്ചാൽ പരിഹരിക്കും. അയ്യോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ദൈവമേ, ഞാനത് കേട്ടപ്പോഴേ പറഞ്ഞത് അങ്ങനെ ചെയ്യരുതെന്ന്. നിങ്ങൾ എന്തിനാ അത് കേട്ടപ്പോഴേ പറയാൻ പോയി അത് ചെയ്യരുതെന്ന്? അവർ സ്വന്തമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കട്ടെ.